ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഉള്ളി വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് കുഞ്ഞുള്ളി ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, നമ്മുടെ പിഴിഞ്ഞ പുളി. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ പുളിയിലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയിൽ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് കുഞ്ഞുള്ളിയും അതിൻ്റെ കൂടെ 2 സവാള കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടട്ടെ. അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി, ഒത്തിരി അരഞ്ഞു പോകണ്ട. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ കറിയാണ് ഉള്ളിപ്പുളി. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് കിട്ടട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ പുളിയൊക്കെ ഒരുവിധം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരല്പവും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കും. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പുളി വെള്ളമുണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേകാൻ വേണ്ടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ എരിയും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി സൂപ്പർ ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കറി ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഉള്ളിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്